ബഹിഷ്കരണം എന്ന് പറയുന്നത് ഒരു പൊതുവായ സംഘടിതപരമായ ഒരു നീക്കത്തിലേക്ക് പോകണമെങ്കിൽ ഇനിയും പഠിക്കേണ്ടതുണ്ട്. അത് വാങ്ങണോ വാങ്ങണ്ടേ തീരുമാനിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം, ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ആവശ്യമായ ബോധവൽക്കരണങ്ങൾ ഞങ്ങളുടെ പള്ളികളിലെല്ലാം നടത്താറുണ്ട്. അതനുസരിച്ചുകൊണ്ട് ജനങ്ങൾ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് സ്വയം തീരുമാനിക്കുന്നുണ്ട് എന്ന കാലം. പലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി ലോകത്തെല്ലാവരും ഒറ്റക്കെട്ടായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സുന്നി മല്ലി ഫെഡറേഷൻ ഇതിനോട് സോളിഡാരിറ്റി പ്രകടിപ്പിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കോർണർ എല്ലാ പള്ളിയുടെയും പുറത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. ആ പിഞ്ചു മക്കളുടെ രോദനത്തിന് കണ്ണീരിന് അറുതി വേണം. അതുകൊണ്ടുള്ള ഈ സമര പോരാട്ടം എല്ലാ പള്ളികളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ശക്തമായ ഒരു ആയുധമായിട്ട് ഉൽപ്പന്ന ബഹിഷ്കരണം വലിയ തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. യൂറോപ്പിലൊക്കെ വലിയ തരത്തിൽ ആ വിഷയത്തിൽ അങ്ങനെ ഒരു ഈ പ്രതിരോധം പോലെ തന്നെ അത് ഏറ്റെടുക്കുമോ? അല്ല, അത് വേണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഒരു സംഘടന നിൽക്കണമെങ്കിൽ രാജ്യത്തിൻ്റെ നിയമങ്ങളും സാധ്യതകളൊക്കെ പഠിക്കണം. കാരണം ഒരു രാജ്യവുമായി കൊണ്ട് നയതന്ത്ര ബന്ധം നിലനിൽക്കെ ആ രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് പറയുന്ന ഒരു സംഘടിതപരമായ നീക്കം ഉണ്ടാകുമ്പോൾ നിയമത്തെ എത്രമാത്രം അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് പഠിച്ച ശേഷം മാത്രമേ പറയാൻ പറ്റൂ. നിരോധിക്കുക എന്നതിനപ്പുറം ബഹിഷ്കരിക്കുക എന്നത് വ്യക്തിതലത്തിൽ അത്തരത്തിൽ നിയമപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് സമസ്ത ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടില്ലേ? അല്ല, സമസ്ത ഔദ്യോഗികമായി തീരുമാനമെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മുഷാവറയുണ്ട്. പിന്നെ ഒരു ബഹിഷ്കരണം എന്ന് പറയുന്നത് ഒരു പൊതുവായ സംഘടിതപരമായ ഒരു നീക്കത്തിലേക്ക് പോകണമെങ്കിൽ ഇനിയും പഠിക്കേണ്ടതുണ്ട്. അത് വാങ്ങണോ വാങ്ങണ്ടേ തീരുമാനിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം, ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ആവശ്യമായ ബോധവൽക്കരണങ്ങൾ ഞങ്ങളുടെ പള്ളികളിലെല്ലാം നടത്താറുണ്ട്. അതനുസരിച്ചുകൊണ്ട് ജനങ്ങൾ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് സ്വയം തീരുമാനിക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ്.